ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു ഉച്ച വരെയൊക്കെയുള്ള വ്ളോഗാണ് കേട്ടോ. എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പുട്ട് രാത്രി പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടൊക്കെ പെട്ടെന്നാക്കി മോളെ മദ്രസ പറഞ്ഞേക്കണം, കാക്കനെ ജോലിക്ക് പറഞ്ഞേക്കണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാത്രി തന്നെ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി വെക്കലുണ്ട്. അപ്പോൾ ഇതേ പുട്ടും ചായയൊക്കെ കുടിച്ച് ഉപ്പയും മോളും ഒക്കെ പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ അന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ദിവസം. പിന്നെ നോക്കിയാൽ ഫ്രിഡ്ജൊക്കെ നന്നായിട്ടെല്ലാം കുളുമണാലി പോയാലായി കിടക്കുന്നുണ്ട്, ഫുൾ ഐസ് കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. സൈഡ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സെൻറ്റർ ഭാഗം മാത്രമാണ് കേട്ടോ നന്നാക്കിയിട്ടുണ്ടായിരുന്നത്. സൈഡൊക്കെ ഒരാഴ്ച മുന്നേ നന്നാക്കി വെച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് അത് നന്നാക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത്, കാരണം പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ പിന്നെ നന്നാക്കി വെച്ചിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അറിയാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഐസ് കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് തന്നെ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ തുടയ്ക്കലെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതൊന്ന് ഫസ്റ്റ് ഫയരിയും കുറച്ച് അപ്പക്കാരവും സുർക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി, എന്നിട്ട് നല്ല കോട്ടൻ്റെ തുണികളെടുത്തിട്ട് അത് തുടച്ചെടുക്കലാണ്. പിന്നെ ഇത് പിട്ടിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞ് 2 ട്രിപ്പ് കഴിഞ്ഞ് അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലക്കി വന്നതിന് ശേഷമാണ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഫ്രിഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്ക് എവിടെയോ പോയിട്ട് കടുക്ക വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നന്നാക്കി ഇതും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം ഉമ്മ പാചകം ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന 3/4 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതിലൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് കഴിഞ്ഞങ്ങാണ്ട് ഞാൻ ഇത്തിരി ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോഴത്തെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ആട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.